ഒരു വൈകുന്നേരം ബുദ്ധന്റെ ശിഷ്യൻ ധ്യാനത്തിൽ നിന്നുണർന്ന് ചോദിച്ചു, ഗുരു, എല്ലാ സമയത്തും സത്യം പറയുന്നത് ആവശ്യമാണോ? ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ശിഷ്യ, ചില സത്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നിശബ്ദമായിരിക്കുന്നതാണ്. മൗനം ഏറ്റവും വലിയ വിവേകമാകുന്ന 9 സാഹചര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ സാഹചര്യം, മുന്നിലുള്ളയാൾ കോപത്തിലായിരിക്കുമ്പോൾ. ഒരിക്കൽ ഒരു മനുഷ്യൻ ബുദ്ധന്റെ അടുക്കൽ വന്നു. കണ്ണുകളിൽ തീവ്രമായ ദേഷ്യവും മുഖത്ത് രോഷവും വാക്കുകളിൽ വിഷത്തേക്കാൾ കയ്പുമായിരുന്നു അയാൾക്ക്. നീ ഒരു കപടവേഷക്കാരനാണ്. നീ എന്റെ മകനെ വഴിതെറ്റിച്ചു. നീ ആളുകളെ കാടുകളിൽ അലയാനും വീടുകൾ ഉപേക്ഷിക്കാനും പറയുന്നു എന്ന് അയാൾ അലറി. ബുദ്ധൻ നിശബ്ദനായിരുന്നു. ഒരക്ഷരം പോലും ഉരിയാടാതെ ശാന്തമായ കണ്ണുകളോടെ അയാളെ നോക്കി. അയാൾക്ക് കൂടുതൽ ദേഷ്യം വന്നു. എന്താ നിശബ്ദനായിരിക്കുന്നത്? എന്താ നീ മറുപടി പറയാത്തത്? ബുദ്ധൻ ശാന്തമായി പറഞ്ഞു, ഒരു വ്യക്തി നിനക്കൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നീ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ആ സമ്മാനം ആരുടേതായിരിക്കും? ആ മനുഷ്യൻ ഞെട്ടി. ബുദ്ധൻ തുടർന്നു, ഞാൻ നിന്റെ ദേഷ്യം സ്വീകരിച്ചിട്ടില്ല. അതിനാൽ അതിപ്പോഴും നിന്റേത് തന്നെയാണ്. തുടർന്ന് അദ്ദേഹം ശിഷ്യനെ നോക്കി പറഞ്ഞു, കോപം ഒരു തീ പോലെയാണ്. നീ അതിലേക്ക് ചാടിയാൽ നീ വെന്തുപോകും. പക്ഷെ നീ ദൂരെ നിന്നത് അണയാൻ അനുവദിച്ചാൽ അത് വെറും പുകയായി മാറും. സത്യമിതാണ്, ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഒരാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. അയാളുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കും. കൊടുങ്കാറ്റിന്റെ നടുവിൽ യുക്തിപരമായി സംസാരിക്കുന്നത് വിവേകമല്ല, ഭ്രാന്താണ്. ബുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള സമയത്ത് നിശബ്ദനായിരിക്കുന്നത് ഭീരുത്വമല്ല, മറിച്ച് മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്ന ക്ഷമയാണ്. രണ്ടാമത്തെ സാഹചര്യം, ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ. ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു, ഗുരു, ചില ആളുകൾ എൻ്റെ പിന്നിൽ നിന്ന് എന്നെക്കുറിച്ച് അപവാദം പറയുന്നു, എന്നെ ദുർബലനായി കാണുന്നു. ചിലപ്പോൾ അവർക്ക് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബുദ്ധൻ പുഞ്ചിരിച്ചു, ശിഷ്യ, നീ എപ്പോഴെങ്കിലും ഒരു ഉയർന്ന പർവ്വതം കണ്ടിട്ടുണ്ടോ? ഉണ്ട് ഗുരു, ശിഷ്യൻ മറുപടി നൽകി. താഴെ നിന്ന് എറിയുന്ന കല്ലുകൾ കൊണ്ട് ആ പർവ്വതം ഇളകുമോ? ശിഷ്യൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല ഗുരു, പർവ്വതം ഉറച്ചു നിൽക്കും. ബുദ്ധൻ പറഞ്ഞു, നിന്റെ സ്വഭാവം ആ പർവ്വതം പോലെയായിരിക്കണം. ആളുകൾ എന്തു പറയുന്നു എന്നത് അവരുടെ കർമ്മമാണ്. നീ എന്ത് കേൾക്കുന്നു എന്നത് നിന്റെ തെരഞ്ഞെടുപ്പാണ്. പലപ്പോഴും ആളുകൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെക്കാൾ ഉയർന്നവരാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ്. അവർക്ക് വാക്കുകളുടെ ആയുധമുണ്ട്, പക്ഷെ നിനക്ക് മൗനത്തിൻ്റെ പരിച വേണം. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ തിരിച്ചടിച്ചാൽ അവരുടെ തലത്തിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകും. എന്നാൽ നിങ്ങൾ ശാന്തനായിരുന്നാൽ നിങ്ങളുടെ നിശബ്ദത അവരുടെ അഹങ്കാരത്തെ തകർക്കും. ഓർക്കുക, ചില നേരം ആർക്കും മറുപടി പറയേണ്ട ആവശ്യമില്ലാത്തവരാണ് അവിടെ വിജയിക്കുന്നത്. മൂന്നാമത്തെ സാഹചര്യം, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തവരുമായുള്ള തർക്കം. ഒരിക്കൽ ഒരു യുവാവ് നിരവധി ചോദ്യങ്ങളുമായി ബുദ്ധന്റെ അടുക്കൽ വന്നു. എന്നാൽ അഹങ്കാരത്തോടെ നിറഞ്ഞിരുന്നു അവന്റെ ഹൃദയം. അവൻ പറഞ്ഞു, നീ പറയുന്ന മോക്ഷത്തെക്കുറിച്ച് എൻ്റെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടില്ല. നിന്റെ ധ്യാനവും തപസ്സും എല്ലാം വെറുതെയാണ്. ബുദ്ധൻ പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. യുവാവ് അത്ഭുതപ്പെട്ടു. ഒന്നും പറയാനില്ലേ? ബുദ്ധൻ പറഞ്ഞു, കേൾക്കാൻ തയ്യാറുള്ളിടത്ത് മാത്രമേ സംസാരിക്കാവൂ. തുടർന്ന് അദ്ദേഹം ശിഷ്യനോട് പറഞ്ഞു, ഈർപ്പമില്ലാത്തതും സൂര്യപ്രകാശമില്ലാത്തതുമായ മണ്ണിൽ ഒരു വിത്ത് നട്ടാൽ അത് വളരുമോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല ഭഗവൻ. ബുദ്ധൻ പറഞ്ഞു, അതുപോലെ മുൻധാരണ കൊണ്ട് നമ്മളെ കേൾക്കാൻ തയ്യാറാകാത്തവരിൽ ജ്ഞാനത്തിൻ്റെ വിത്തും വളരുകയില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത്, ഒരു വിഡ്ഢിയുമായി വാദിക്കരുത്. അവൻ ആദ്യം നിങ്ങളെ അവൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് നിങ്ങളെ തോൽപ്പിക്കും. അങ്ങനെയുള്ളവരുടെ മുന്നിൽ നിശബ്ദനായിരിക്കുന്നത് സ്വയം ഊർജം സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ആവശ്യമില്ല. ചില ചോദ്യങ്ങൾ മൗനം കൊണ്ട് മാത്രമേ നേരിടാവുന്നതാണ്. നാലാമത്തെ സാഹചര്യം, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ. ഒരു ദിവസം ഒരു ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു, ഭഗവാൻ, മനസ്സ് വളരെ ദുഃഖിച്ചിരിക്കുമ്പോൾ, ആരെങ്കിലും നമ്മളെ അപമാനിക്കുമ്പോൾ, ഉള്ളിൽ തീവ്രമായ ദേഷ്യം ഉയരുമ്പോൾ എന്തു ചെയ്യണം? ബുദ്ധൻ ഒരു കുടം വെള്ളം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കുടത്തിൽ നീ വിഷം കലർത്തുക, എന്നിട്ട് നിനക്ക് പ്രിയപ്പെട്ടയൊരാളോട് അത് കുടിക്കാൻ ആവശ്യപ്പെടുക. നീ കൊടുക്കുമോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല ഗുരു, ഞാൻ എന്തിനാണ് വിഷം കൊടുക്കുന്നത്? ബുദ്ധൻ പറഞ്ഞു, എന്നാൽ നീ കോപത്തിൽ സംസാരിക്കുമ്പോൾ ഈ വിഷം തന്നെയാണ് നിന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. വ്യത്യാസം ഇത്രമാത്രം, അത് വാക്കുകളുടെ വിഷമാണ്. കോപമെന്നത് മനസ്സ് ഇരുട്ടിൽ നഷ്ടപ്പെടുന്ന നിമിഷമാണ്. അങ്ങനെയുള്ള സമയത്ത് പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാനാവില്ല, മായ്ച്ചു കളയാനുമാവില്ല. അവ മുറിവുകളായി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്നേക്കുമായി തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത്,
മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നാവ് ശാന്തമാക്കുക. കാരണം വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കൽ പുറത്തു വന്നാൽ അവയെ ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് ഒരു ബന്ധം തകരുന്നതിൽ നിന്ന് രക്ഷിക്കും. 5-ാമത്തെ സാഹചര്യം, നിങ്ങളുടെ വാക്കുകളെ വളച്ചൊടിക്കുന്ന മുന്നിലുള്ളയാൾ. ചില ആളുകളുണ്ട്, അവർ നിങ്ങളുടെ ഓരോ വാക്കും വളച്ചൊടിച്ച് അവരുടേതായ സത്യമുണ്ടാക്കുന്നു. അവർ വാദിക്കുന്നില്ല, അവർ തന്ത്രങ്ങൾ മെനയുന്നു. ഒരിക്കലൊരു രാജാവ് ബുദ്ധനോട് ചോദിച്ചു, ഭഗവാൻ, ആരെങ്കിലും എൻ്റെ വാക്കുകൾ ആവർത്തിച്ച് തെറ്റായി പ്രചരിപ്പിക്കുകയും എന്നെ കള്ളനാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്താൽ ഞാൻ എന്തു ചെയ്യണം? ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കഥ പറഞ്ഞു. ഒരു സന്യാസി നദീതീരത്ത് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ഒരു വ്യക്തി വന്ന് സന്യാസിയുടെ വാക്കുകളെ തെറ്റായ അർത്ഥത്തിൽ ഗ്രാമത്തിൽ പ്രചരിപ്പിച്ചു. ആളുകൾ സന്യാസിയെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ സന്യാസി മൗനം പാലിച്ചു. വർഷങ്ങൾക്ക് ശേഷം അതേ ഗ്രാമം സന്യാസിയുടെ ദീർഘവീക്ഷണം തിരിച്ചറിഞ്ഞ് മഹാത്മാവായി ആരാധിച്ചു. ബുദ്ധൻ പറഞ്ഞു, സത്യം എപ്പോഴും സമയത്തിലൂടെ തെളിയിക്കപ്പെടും. നിന്റെ നിശബ്ദത നിന്റെ അന്തസ്സിനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ആളുകൾ കേൾക്കാനല്ല, മറിച്ച് തകർക്കാനാണ് വരുന്നതെങ്കിൽ അവിടെ മൗനം ഏറ്റവും വലിയ ഉത്തരമാണ്. 6-ാമത്തെ സാഹചര്യം, നിങ്ങൾക്ക് പൂർണ്ണമായ സത്യം എന്താണെന്ന് അറിയാത്തപ്പോൾ. ഒരു ദിവസം ഒരു യുവാവ് ബുദ്ധന്റെ അടുക്കിലേക്ക് ഓടിവന്നു. ഭഗവാൻ, നിങ്ങളുടെ ഒരു ശിഷ്യൻ മോഷണം നടത്തിയെന്ന് ഞാൻ കേട്ടു. ഇത് നിങ്ങളുടെ ആശ്രമത്തിന്റെ മര്യാദയെ തകർക്കുന്നില്ലേ? ബുദ്ധൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി ചോദിച്ചു, നീ കണ്ടോ? ഇല്ല ഭഗവാൻ, ആരോ പറഞ്ഞു. ബുദ്ധൻ പുഞ്ചിരിച്ചു. അപ്പോൾ അപൂർണമായ അറിവുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് നീയും ചെയ്യുന്നത്. നീ സത്യമറിയാതെയാണ് വിധി നടത്താൻ വന്നത്. പകുതി സത്യം ഒരു പൂർണ്ണമായ നുണയായി മാറാമെന്ന് നിനക്കറിയാമോ? തുടർന്ന് അദ്ദേഹം പറഞ്ഞു, സത്യം വിടർന്നൊരു താമര പോലെയാണ്. അത് സമയത്തിനനുസരിച്ച് വികസിക്കും. നീ വിടരാത്ത ഇതളുകളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം നിനക്ക് നഷ്ടപ്പെടും. ബുദ്ധൻ പറയുന്നു, ജ്ഞാനികൾ നിശബ്ദരായിരിക്കും. കാരണം സത്യത്തിന് വാക്കുകൾ ആവശ്യമില്ലെന്ന് അവർക്കറിയാം. അത് പതുക്കെ സ്വയം വെളിപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായ കഥ അറിയാത്തപ്പോൾ നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ വിവേകത്തിൻ്റെ അടയാളമായി മാറുന്നു. 7-ാമത്തെ സാഹചര്യം, ആരെങ്കിലും ദുഃഖിച്ചിരിക്കുമ്പോൾ. ഒരു ദിവസം ഒരു സ്ത്രീ തൻ്റെ മരിച്ച കുഞ്ഞിൻ്റെ മൃതദേഹവും തോളിലേറ്റി കരഞ്ഞുകൊണ്ട് ബുദ്ധൻ്റെ അടുക്കൽ വന്നു. അവൾ അലറി വിളിച്ചു, ഭഗവാൻ, എൻ്റെ മകൻ മരിച്ചു. നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്നവനല്ലേ, ദയവായി അവനെ ജീവിപ്പിക്കുക. ബുദ്ധൻ അവളെ ഒരു നിമിഷം നോക്കി നിന്ന് നിശബ്ദനായി നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അവനെ തിരികെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ആദ്യം നീ ആരും മരിക്കാത്തൊരു വീട് എനിക്ക് കണ്ടെത്തി തരണം. ആ സ്ത്രീ ഓടി എല്ലാ വീടിൻ്റെയും വാതിലിൽ പോയി. എല്ലാവരും ഒരേ കാര്യം തന്നെ പറഞ്ഞു, ഞങ്ങൾക്കും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ ശാന്തയായി നിശബ്ദയായി തിരിച്ചു വന്നു. അവളുടെ കണ്ണുനീറിപ്പോൾ ജ്ഞാനമായി മാറിയിരുന്നു. ബുദ്ധൻ ഒന്നും പറയാതെ അവളുടെ അടുത്തു പോയിരുന്നു. ചിലപ്പോൾ ദുഃഖത്തിൽ ഏറ്റവും വലിയ മരുന്ന് വാക്കുകളല്ല, മറിച്ചു കൂടെ നിൽക്കുന്ന നിശബ്ദതയാണ്. ബുദ്ധൻ പറയുന്നു, ഒരാൾ തകർന്നിരിക്കുമ്പോൾ അവർക്ക് ഉപദേശമല്ല വേണ്ടത്, മറിച്ച് ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു നിശബ്ദ സാന്നിധ്യമാണ്. കാരണം ആ നിമിഷത്തിൽ കേൾക്കുകയല്ല, മറിച്ച് അനുഭവിക്കുകയാണ് പ്രധാനം. 8-ാമത്തെ സാഹചര്യം, ആരെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് തർക്കിക്കുമ്പോൾ. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ മുന്നിലുള്ളയാൾ ഓരോ വാക്യത്തിലും ഇടപെട്ട് തർക്കിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളവർ കേൾക്കാൻ വന്നവരല്ല, മറിച്ച് വിജയിക്കാൻ വന്നവരാണ്. ബുദ്ധന്റെ കാലത്ത് ഒരു തർക്കപ്രിയനായ ബ്രാഹ്മണനുണ്ടായിരുന്നു. അവൻ എല്ലാ കാര്യത്തിലും വാദിക്കുകയും എതിർക്കുകയും ബുദ്ധന്റെ വാക്കുകളെ ആവർത്തിച്ചു മുറിക്കുകയും ചെയ്തു. ബുദ്ധൻ ശാന്തനായി നിന്നു. ശിഷ്യൻ ചോദിച്ചു, ഗുരു, നിങ്ങൾ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? അവൻ നിങ്ങളെ അപമാനിക്കുകയല്ലേ? ബുദ്ധൻ പുഞ്ചിരിച്ചു. അവൻ അമ്പുകൾ എറിയുകയാണ്. ഞാൻ എന്തിനാണ് അവനൊരു പരിച നൽകുന്നത്? തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അഹങ്കാരം ചിന്തകളേക്കാൾ വലുതാകുമ്പോൾ സംഭാഷണം മരിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് നിശബ്ദനായിരിക്കുന്നത് ഒരു തോൽവിയല്ല, മറിച്ച് സ്വയം മാനസിക വിഷത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. ബുദ്ധൻ പറയുന്നു, ആരെങ്കിലും എല്ലാ കാര്യത്തിലും തർക്കിക്കുകയാണെങ്കിൽ അവൻ പതിക്കാനല്ല, മറിച്ച് വഴക്കിടാനാണ് വന്നത്. അങ്ങനെയുള്ള തർക്കങ്ങളിൽ മൗനം ഏറ്റവും വലിയ വിവേകമാണ്. കാരണം ചില യുദ്ധങ്ങൾ ജയിക്കാനാവില്ല, മറിച്ച് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. 9-ാമത്തെ സാഹചര്യം, സമയം അനുകൂലമല്ലാത്തപ്പോൾ. ബുദ്ധൻ ഒരു ഗ്രാമത്തിൽ ഉപദേശം നൽകാനെത്തി. ഒരു യുവാവ് ഒന്ന് പറഞ്ഞു, ഭഗവാൻ, എൻ്റെ പിതാവ് കോപിഷ്ഠനാണ്, എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന് നിങ്ങളുടെ ജ്ഞാനം നൽകണം. ബുദ്ധൻ പുഞ്ചിരിച്ചു. നീ ഒരു വിത്ത് കല്ലിൽ നട്ടാൽ അത് വളരുമോ? ഇല്ല ഭഗവാൻ. അതുപോലെയാണ് ജ്ഞാനവും. ഓരോ കാര്യത്തിനും പറയാൻ ശരിയായ സമയമുണ്ട്. നീ സമയത്തിന് മുൻപ് പറഞ്ഞാൽ ആ വാക്കുകൾ മുള്ളുകൾ പോലെ കുത്തിനോവിക്കും. ബുദ്ധൻ പറയുന്നു, സൂര്യൻ പതുക്കെ ഉദിക്കുന്നതുപോലെ ചില കാര്യങ്ങൾ സമയത്തിനനുസരിച്ച് മാത്രമേ വികസിക്കൂ. തിടുക്കത്തിൽ നൽകുന്ന ഉപദേശം ചിലപ്പോൾ ബന്ധങ്ങളെ തകർക്കും. അതുകൊണ്ട് മുന്നിലുള്ളയാൾ തയ്യാറല്ലെന്ന് തോന്നിയാൽ മിണ്ടാതിരിക്കുക. കാരണം
ശരിയായ സമയം വരുമ്പോൾ നിങ്ങളുടെ നിശബ്ദതയും ജ്ഞാനമായി പ്രതിധ്വനിക്കും. ബുദ്ധൻ പറയുന്നു, മൗനവും ഒരു ഉപദേശമാണ്. ശരിയായ സമയം വരുന്നതുവരെ അതിനായി കാത്തിരിക്കുക. ശ്രീബുദ്ധൻ്റെ ഈ ഉപദേശങ്ങൾ മനസ്സിലാക്കി ജീവിത വിജയം നേടാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ.